നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മന്ത്രിമാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി ശല്യം ചെയ്യുന്നു എന്നാണല്ലോ ഇപ്പോഴുള്ള വ്യാപകമായ ആക്ഷേപം, പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ED പലകുറി നോട്ടീസ് നൽകിയിട്ടും അദ്ദേഹം പിടികൊടുക്കാതെ വഴുതി മാറുകയാണ്. കേരളത്തിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും ED നടപടിയെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കള്ളപ്പണ ഇടപാട് കേസിൽ തമിഴ്നാട്ടിലെ 5 ജില്ലാ കലക്ടർമാർക്ക് ED നൽകിയ സമൻസ് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ ചോദ്യം ചെയ്തുള്ള EDയുടെ ഹർജിയിൽ സുപ്രീം കോടതി ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഡിബേറ്റിന് ആധാരം. പ്രഗത്ഭ നിയമജ്ഞൻ അഡ്വക്കേറ്റ് K. രാംകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് BN ഹസ്ക, MK ഹരിദാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രീ MK ഹരിദാസിൽ നിന്ന് ആരംഭിക്കുകയാണ്. MK ഹരിദാസിൻ്റെയും അതുപോലെ പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കട്ടെ. കള്ളപ്പണ ഇടപാട് കേസിൽ തമിഴ്നാട്ടിലെ 5 ജില്ലാ കലക്ടർമാർക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 17-നാണ് ED സമൻസ് നൽകിയത്. അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു EDയുടെ നടപടി. നോട്ടീസിനെതിരെ തമിഴ്നാട് സർക്കാരും ജില്ലാ കലക്ടർമാരും ചേർന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചു. ഹർജിയെ തുടർന്ന് ED സമൻസ് കോടതി സ്റ്റേ ചെയ്തു. ഇതിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പീൽ പരിഗണിക്കവെയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചത്. കള്ളപ്പണ അന്വേഷണ നടപടികളുമായി സർക്കാർ ഉദ്യോഗസ്ഥർ സഹകരിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എന്തടിസ്ഥാനത്തിലാണ് റിട്ട് ഹർജി നൽകിയതെന്ന് വ്യക്തമാക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനെന്ന ചോദ്യവും സുപ്രീം കോടതി ഉന്നയിച്ചു. കേസിൽ സാക്ഷികളായാണ് ജില്ലാ കലക്ടർമാരെ വിളിപ്പിച്ചതെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ശ്രീ ഹരിദാസ്, സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം, കാരണം കേസ് 26-ാം തീയതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് ഒരുപക്ഷെ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടൊരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇത്തരം നിരീക്ഷണങ്ങൾ നമ്മുടെ കേരളത്തിലെ ചിലർക്കും അത് ബാധകമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ഈ കോടതിയുടെ നിരീക്ഷണത്തെ പറ്റിയിട്ടുള്ള വിശകലനം ഇവിടെ അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ സാറിനെ പോലെ ഒരാളിരിക്കുമ്പോഴൊന്നും അത്തരം ഒരു വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമജ്ഞനായ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയില്ല. അദ്ദേഹം പറയുമെന്നാണ് ഇതിനാണ് വിശ്വസിക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള സമയത്താണ് ഈ ചർച്ച നടത്തുന്നത് എന്ന് വേണം കരുതാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഏറ്റവും വലിയൊരു കാര്യം, ഈയിടെ ഈ TP വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതി വിധി വന്ന അന്ന് ഇവിടുത്തെ CPM-ന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ വായിക്കാം. കോടതി കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ജനം കുറ്റവാളിയായി കരുതിയാലും പ്രതി ഞങ്ങളുടെ പാർട്ടിക്ക് കേവലം കുറ്റാരോപിതൻ മാത്രമാണ്. ഞങ്ങൾ അത് അംഗീകരിക്കില്ല. ഈ ഡയലോഗ് പറയുന്നത് കേരളത്തിലെ ഭരണകക്ഷിയിലിരിക്കുന്ന നേതാക്കളാണ്. ഒരു നേതാവിന്റെയാണ് ഞാൻ കേട്ടത്. പിന്നീട് പല ചാനൽ ചർച്ചകളിലും അവരിത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതിയിലെ പ്രിവിലേജ് എന്ന് പറയുന്നതിനെ, രാഷ്ട്രീയക്കാർക്കുള്ള പ്രിവിലേജിനെ ദുരുപയോഗം ചെയ്യുകയാണ് ഈ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ED ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഈ ദുരുപയോഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഈ ED?
എന്താണ് ഇഡിയുടെ അധികാര പരിധി? അവരൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ ഒരു ജുഡീഷ്യൽ സ്ഥാപനമോ അല്ല. അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയാം. അവർ ചോദ്യം ചെയ്തിട്ട് എത്ര പേരെ നമ്മൾ അനാവശ്യമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേരളത്തിലെ അനുഭവം വെച്ച് നോക്കിയാൽ, അവരെ കരുവന്നൂരിലെ 400 കോടി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീ MK കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഒന്നും ഉണ്ടായില്ല. ചോദ്യം ചെയ്ത് വിട്ടയച്ചു. CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ചോദ്യം ചെയ്തു, വിട്ടയച്ചു. പക്ഷേ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയെ അവരൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവർ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ തെളിവുകൾ, അവർ സ്വരൂപിച്ച തെളിവുകളില് ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി ഈ 400 കോടി രൂപയെ മുക്കിയതുമായിട്ടും അവിടുത്തെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുമായിട്ടുള്ള തെളിവ് കിട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാര് ഈ ED-യെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. KT ജലീല് മറ്റേ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് മറ്റേ ഖുറാനിലും ഈത്തപ്പഴത്തിലൊക്കെ സ്വർണം കടത്തി എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ KT ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ED അറസ്റ്റ് ചെയ്തില്ല. ഇനി ഈ കാർത്തികേയൻ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ലാവലിൻ കേസാണ് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹത്തെ ചെന്നൈയിലേക്കാണ് ആര് CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അദ്ദേഹം അവിടെ പോയി ചോദ്യം ചെയ്യലിന് വിധേയമായി തിരിച്ചു വന്നു. ഈ VS ശിവകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ നേതാവിനെ ഇതേ CPI എന്തോ അദ്ദേഹം ഭക്ഷ്യവകുപ്പിലെ ക്ഷമിക്കുന്ന ആരോഗ്യ വകുപ്പിലിരിക്കുന്ന സമയത്തിന്റെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹം ചോദ്യം ചെയ്തിട്ട് തിരിച്ചു വന്നു. ക്ഷമിക്കണം, ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹം അപ്പൊ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ EDക്ക് അറസ്റ്റ് ചെയ്യാം. കാരണം എന്താ? മിനിമം ആ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു 21 ദിവസം ഇവരെ ജയിലിലിടാൻ EDക്ക് അധികാരമുണ്ട്. കാരണം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ റിമാൻഡിൽ വെച്ചിട്ട് പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കാൻ ഏത് കോടതിയും തയ്യാറാവില്ല. അത് സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിൽ മിനിമം ഒരു 45 ദിവസത്തെ കാലാവധി ഇവരെ അകത്തിടാം. അപ്പൊ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പേരുകളിൽ നിന്നും എന്ത് പ്രിവിലേജാണ് ഈ തോമസ് ഐസക്കിനും ഈ അരവിന്ദ് കെജ്രിവാളിനും ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഹാജരാവേണ്ടതാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ മാറ്റിവെക്കാം. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി രൂപം കൊണ്ട അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിന്റെ തലപ്പത്തിരുന്ന് അപ്പൊ ഈ ആവശ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ അവരൊക്കെ ഏത് നിലയിലാണ് കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നു, കൊടകര കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് K. സുരേന്ദ്രൻ കേരളത്തിലെ അറിയപ്പെടുന്ന BJP-യുടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധിയായിട്ട് കാണേണ്ട വ്യക്തിയാണ്. അദ്ദേഹം ഹാജരായി. അപ്പൊ ഈ തോമസ് ഐസക്കിനെ എന്തുകൊണ്ട് ഒന്ന് ഹാജരായിട്ട് എന്താണ് ഇതിൽ നഷ്ടപ്പെടാനുള്ളത്? ചോദ്യം ചെയ്യുമ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ഒരാൾക്കാർക്ക് ശാരീരിക മർദ്ദനം നൽകാൻ വേണ്ടിയിട്ട് ED തയ്യാറാകുമോ? ഇല്ല. അപ്പൊ ഇവരൊക്കെ തങ്ങൾക്കുള്ള അറസ്റ്റ് ചെയ്യില്ലെന്ന ഉറപ്പ് നൽകിയിട്ടും തോമസ് ഐസക് ആ ഭാഗത്തോട്ട് പോകുന്നില്ല. കോടതിയെ എനിക്ക് കുറ്റം പറയാനോ കോടതിയെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോടതി ലക്ഷ്യമാണ്. പക്ഷെ കോടതി ആ ചോദിച്ച ചോദ്യം വീഴ്ത്തി ഇന്ത്യൻ ജനാധിപത്യത്തിലെ സാധാരണക്കാരായ MK ഹരിദാസ് അടക്കമുള്ള നികുതിദായകർക്ക് അങ്ങേയറ്റ അപമാനകരമായിട്ടുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചത്. ഒരു ദിവസം ഒന്ന് ഹാജരായി കൂടെ? തോമസ് ഐസക്കിന് എന്തിനാണത് എന്താണ് അനിൽ നമ്പ്യാർ ഈ കേൾക്കുന്നത്? ഹാജരാകണം എന്ന് ആ ജഡ്ജി പറഞ്ഞിരുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ നമ്മുടെ രാജ്യത്ത് നമ്മൾ പറയില്ലേ, എന്നെ പോലുള്ളവർക്ക് അങ്ങേയറ്റം ആവേശം പകരുമായിരുന്നു. കാരണം MK ഹരിദാസിന്റെ കേസാണ് കോടതി പരിഗണിച്ചു കഴിഞ്ഞാൽ ആ കേസ് തള്ളിയിട്ട് പറയും പോയി അറസ്റ്റിന് ഹാജരാവാൻ പറയില്ലേ. അപ്പൊ ഇവിടെ തുല്യതയാണ്. അതായത് ജനാധിപത്യത്തിലെ MK ഹരിദാസും തോമസ് ഐസക്കും അരവിന്ദ് കെജ്രിവാളും ഒക്കെ തുല്യതയാണ്. പക്ഷെ എന്താണ് കോടതിക്ക് ആ വാക്ക് ഞാൻ 4-5 പ്രാവശ്യം വായിച്ചു. ഞാൻ പത്രത്തിലും അതുമാതിരി തന്നെ TV-യിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഹാജരായി കൂടെ എന്ന് കോടതി ചോദിക്കുമ്പോ അത് ഇവിടുത്തെ സാധാരണക്കാരന്റെ നെഞ്ഞത്ത് കുത്തിയിറക്കുന്ന ഒരു കത്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നാളെ ഇതിന്റെ പേരിൽ എനിക്ക് കോടതിയലക്ഷ്യ കേസ് നേരിടേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. കാരണം കോടതിയെ വിമർശിക്കാൻ പാടില്ല. പക്ഷെ കോടതിയുടെ ഒരു ഉത്തരവിൽ ഒരു വരി എനിക്ക് അങ്ങേയറ്റം വേദന ഉണ്ടായി. അപ്പോ ഈ AIADMK-യും DMK-യും നമ്മുടെ ലോകത്തിൽ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണം നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ അവര് അങ്ങേയറ്റം അഴിമതിയുടെ ഉസ്താദുകളാണ്. കാരണം അവരെ സ്വത്ത് വിവരങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ ആരായാലും ഒരു ഞെട്ടിപ്പോവും. ജയലളിതയുടെ സ്വത്തുകൾ വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് മിനിഞ്ഞാന്നൊരു ഉത്തരവ് വന്നിട്ടുള്ളത് വായിച്ചിട്ട് അതിന്റെ വാല്യൂ ഞാൻ കുറെ ഇരുന്ന് കണക്ക് കൂട്ടി. അവസാനം എന്റെ കാൽക്കുലേറ്ററിലെ ഫിഗറുകൾ തീർന്നപ്പോൾ ഞാൻ നിർത്തി. അപ്പോ ജയലളിതയായാലും ഈ DMK-യുടെ ഇപ്പോഴുള്ള ഭരണത്തിലുള്ള നേതാക്കന്മാരുടെ ആയാലും മരിച്ചുപോയ ശ്രീ കരുണാനിധിയുടെ ഒക്കെ ആയാലും
അഴിമതിയിലൂടെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും സ്വരൂപിച്ചിട്ടുള്ള സ്വത്തിന്റെ കണക്ക് നമുക്ക് എങ്ങും എത്താത്ത വിധത്തിലുള്ള ഒരു കണക്കാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികള് ഈ ജില്ലാ കളക്ടർമാരെ എത്ര അനിൽ നമ്പ്യാർ അതിൽ എത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ സാക്ഷികളാക്കിയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ, IAS ഉദ്യോഗസ്ഥരെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മണൽ മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല ശ്രീ ഹരിദാസ്, ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടല്ല വിളിപ്പിച്ചത്. ഇവ വെറും സാക്ഷികളാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ സമൻസിനെതിരെ പോയി എന്നുള്ളതാണ്. നമുക്ക് നിലവിലെ കോടതികളുടെ അവര് വാക്കാൽ പറയുന്ന നിരീക്ഷണങ്ങളെ നമുക്കതൊരു അന്തിമ വിധിയായിട്ട് വരുമോ എന്നുള്ള കാര്യത്തില് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ എനിക്ക് അങ്ങനെ ഉറപ്പില്ല. പക്ഷെ ഇന്ന് കോടതി ഇപ്പൊ ഈ കേസിൽ കണ്ടെത്തിയിട്ടുള്ള വാക്കാൽ നിരീക്ഷണങ്ങളായാലും എഴുതപ്പെട്ട നിരീക്ഷണങ്ങളായാലും അതൊരു ഉത്തരവായിട്ട് പുറത്തു വരേണ്ടത് ഈ തോമസ് ഐസക്കിനും ഈ അരവിന്ദ് കെജ്രിവാളിനും ഈ ജില്ലാ കളക്ടറും ഇപ്പൊ തമിഴ്നാട്ടിലെ ഈ ജില്ലാ കളക്ടർമാർക്കും DMKക്കും ഒക്കെ അങ്ങേയറ്റം കൊടുക്കാവുന്ന കോടതിയുടെ വലിയ നമ്മൾ പറയുന്ന ഒരു ശാസനയായിട്ടായിരിക്കും അത്തരത്തിലൊരു ഉത്തരവ് എഴുതപ്പെട്ട ഒരു വിധിയായിട്ട് പുറത്തേക്ക് വന്നാലുള്ളത്. ഇനി നമ്മൾ കേരളത്തിലെ കാര്യം എടുക്കുക. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, കോടതി കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇനി ഇവിടെ നടക്കുന്ന സ്ഥിതി എന്താ? അതായത് കരുവന്നൂർ കേസിൽ പിടിച്ചെടുത്ത രേഖകള് പിടിച്ചെടുക്കാൻ EDക്ക് അധികാരമില്ല. അതിന് ഇവർ കേരള ഹൈക്കോടതിയിൽ പോയി. കേരള സർക്കാർ ആരെ ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് കേരള ഹൈക്കോടതിയിൽ പോയി. ആ കേസിന് 70 ലക്ഷം രൂപയാണ് നമ്മുടെ സംസ്ഥാന ഖജനാവിന് ചെലവായിട്ടുള്ളത്. ഞാൻ ഈ ജനത്തിലെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ഒരു പ്രേക്ഷകനെങ്കിലും അന്ന് കേൾക്കാത്തതുണ്ടെങ്കിൽ 70 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ കേസിന് പോയിട്ട് ആ കേസ് സുഖമായിട്ട് കോടതി തള്ളുകയാണ് ചെയ്തത്. കാരണം EDക്ക് ഇതിനുള്ള അധികാരമുണ്ട്, അത് കാരണം കൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ രേഖകള് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ഒരു 15 ലക്ഷം രൂപ കൊടുത്തിട്ട് കേസിന് പോയി. ആ കേസിൽ ആവശ്യമുള്ള രേഖകൾ EDയുടെ ഓഫീസിൽ വന്ന് വാങ്ങാമെന്നല്ലാതെ EDയെ ശാസിക്കാൻ പോലും തയ്യാറായില്ല. അപ്പൊ EDക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള EDയുടെ അധികാരങ്ങൾ വെച്ചിട്ട് അവരെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നവരെല്ലാം തന്നെ വിമുഖത കാട്ടിക്കൊണ്ട് കോടതിയിലേക്ക് ഓടിച്ചെന്ന് ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥ മാറ്റിയെടുക്കേണ്ടത് കോടതി തന്നെയാണ്. അതിന് കോടതി തയ്യാറായാൽ അത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റം ഒരു നീതിപൂർവകമായ പെരുമാറ്റമായിരിക്കാം. ഇനി ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ? ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള എനിക്ക് ശ്രീ അസ്കർ സംസാരിച്ചതിന് ശേഷമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സംസാരിക്കാൻ. അസ്കർ ജോയിൻ ചെയ്തിട്ടില്ല, ഞാൻ വരാം, അത് കഴിഞ്ഞിട്ട് താങ്കളിലേക്ക് തന്നെ വരും. ഇപ്പൊ നോക്കിയോ കേരളത്തിൽ നടക്കുന്നത് എന്താ? മൈക്ക് മൂളലിന് പോലും ആംപ്ലിഫയറിനും മൈക്ക് ഓപ്പറേറ്റർക്കും എതിരെ കേസെടുക്കാം. അതുമാതിരി തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ക്രമസമാധാനം പാലിക്കാൻ ഉപദേശിക്കാൻ ചെന്ന സബ് ഇൻസ്പെക്ടറുടെ ചെകിടിന്റെ കർണപടം അടിച്ചു പൊട്ടിക്കാം. നിയമപരിപാലനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചാലക്കുടി ടൗണിൽ നിന്ന് ജീവിതത്തിൽ കേൾക്കാത്ത വിധത്തിലുള്ള അസഭ്യം പറഞ്ഞുകൊണ്ട് അയാളെ അധിക്ഷേപിക്കാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരണോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് കോവളത്ത് നടത്തിയ ഒരു സമ്മേളനത്തിലേക്ക് എത്തിയ ലോകം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചെകിടത്തടിക്കാം. സത്യം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ക്യാമറ ഒരു SFI നേതാവിലേക്ക് തിരിച്ചു വെച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കാം. ജനങ്ങളെ കൃത്യമായ വിവരം അറിയിക്കാൻ വേണ്ടി ഒരു എന്താ പറയേണ്ടത് സർവകക്ഷി സമ്മേളനം നടക്കുന്നിടത്തേക്ക് ചെന്ന മാധ്യമ പ്രവർത്തകരോട് ഒരു മുഖ്യമന്ത്രിക്ക് കടക്കപ്പുറത്ത് എന്ന് പറയാം. പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യാവകാശത്തിന് വേണ്ടിയിട്ട് നവകേരള യാത്ര പോകുന്നിടത്ത് കരിങ്കൊടി കാണിച്ചവരെ ഇഷ്ടിക കൊണ്ട് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു കൊല്ലാം. ഇതൊക്കെ ജനാധിപത്യപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ED എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അന്വേഷണ ഏജൻസിക്ക് ഇവിടുത്തെ കുറ്റവാളികളാണോ ഒരു വ്യക്തി എന്നറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇത് അങ്ങേയറ്റം നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇതിന് തടയിടേണ്ടത് ശ്രീ അനിൽ നമ്പ്യാർ കോടതി തന്നെയാണ്. ഇതിന് മറ്റാർക്കും ഇതിന് തടയിടാൻ പറ്റില്ല. കാരണം ഇനി ഒരാള് ഇത്തരത്തിൽ EDയോ CBIയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻ മന്ത്രിയാണ്, ഞാൻ മന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മന്ത്രിയാണ് എന്ന നിലയിൽ എനിക്ക് ഈ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതേ അവകാശം MK ഹരിദാസിനും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന നിലയിലേക്ക് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് K. രാംകുമാർ, സുപ്രീം കോടതിയിലെ ജസ്റ്റിസ്
ബേല എം ത്രിവേദി അതുപോലെ പങ്കജ് മിത്തൽ ഇവരുടെ ബെഞ്ചിൻ്റെ നിരീക്ഷണങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ ചില സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചു. സ്റ്റേറ്റിന് എങ്ങനെ ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനാവും, അങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റുമോ? റിട്ട് പെറ്റീഷൻ ഏത് നിയമം വെച്ച് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്റ്റേറ്റിൻ്റെ താല്പര്യം എന്താണ്? കാരണം ഇത് മണി ലോണ്ടറിങ് കേസാണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റിനെ ഇത് ബാധിക്കുന്നത് എങ്ങനെയെന്നാണ്. ആ ചോദ്യത്തിന് തമിഴ്നാടിൻ്റെ അഭിഭാഷകൻ നൽകിയ മറുപടി, നിയമവിരുദ്ധമായ ED അന്വേഷണത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സ്റ്റേറ്റ് പ്രതിജ്ഞാബദ്ധമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് എന്ന രീതിയിലാണ്. നോക്കൂ, EDയുടെ അന്വേഷണം അത് നിയമവിരുദ്ധമാണെന്ന് സ്റ്റേറ്റ് തന്നെ കണ്ടെത്തുന്നു. മാത്രമല്ല, ഈ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതി എങ്ങനെ സ്റ്റേ ചെയ്തു എന്നുള്ള ആ ഒരു കാര്യവും പ്രത്യേകം സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ താങ്കൾക്ക് കൃത്യമായ ഉത്തരം നൽകാനാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ED അധികാരം ഉപയോഗിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2022 വകുപ്പുകളനുസരിച്ചാണ്. അതിലെ 48-ാം വകുപ്പ് അനുസരിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ആ നിയമത്തിലെ 50-ാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരുപാട് അധികാരികളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, സ്റ്റേറ്റ് പോലീസ് തുടങ്ങിയ വിവിധ അധികാര കേന്ദ്രങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരു കേസ് അന്വേഷണത്തിൽ സഹായിക്കണം എന്ന് പറയുന്നത് നിയമം തന്നെ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ED ഏതെങ്കിലും ഒരു കേസെടുത്ത് ഒരു സംസ്ഥാനത്ത് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചാൽ അതിന് സഹകരിക്കാനുള്ള നിയമപരമായ ബാധ്യത ആ പ്രദേശത്തെ സർക്കാരിനുണ്ട്. വിവിധ കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് പുറമെ സംസ്ഥാന സ്ഥാപനങ്ങളും സഹായിച്ച് മതിയാകൂ എന്ന് 50-ാം വകുപ്പ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആ നിലയ്ക്ക് സഹായിക്കേണ്ട ആളുകൾ സംഹരിക്കാനുള്ള നടപടികൾ എടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അന്വേഷിക്കുന്നത് നിയമലംഘനമാണ്. അവരുടെ അഭിപ്രായത്തിൽ നിയമലംഘനം നടത്തിക്കഴിഞ്ഞാൽ തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കോടതിയിൽ കേസ് എത്തിക്കുക എന്നത് പ്രാഥമികമായ കർത്തവ്യമാണ്. ആ കർത്തവ്യം എങ്ങനെ നിയമവിരുദ്ധമാകും? ഉദാഹരണത്തിന്, നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും കുറ്റകൃത്യം നടന്നാൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. പോലീസ് അന്വേഷിച്ച് ആരെങ്കിലും സാക്ഷിയായിട്ടോ പ്രതിയോ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു പൗരനും സാധാരണ നിലയ്ക്ക് അവകാശം നൽകുന്നില്ല. അത് വിളിക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറാണ്, കോടതികൾക്കല്ല. തെറ്റായി വിളിക്കുകയോ നടപടിക്രമത്തിൽ പാളിച്ച ഉണ്ടാവുകയോ ഒരു പൗരൻ്റെ അവകാശത്തെ അനാവശ്യമായി ഹനിക്കുകയോ ചെയ്താൽ കോടതികൾക്ക് ഇടപെടാം. ഇവിടെ വളരെ വിചിത്രമായ വാദം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അധികാര പരിധി വിടുന്നു എന്നാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ് സമൺസ് മാത്രമാണ് ഇഷ്യൂ ചെയ്തത്. അതും തമിഴ്നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കുന്ന മിനറൽസ് സംബന്ധമായ ക്രമക്കേടുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം നിയമവിരുദ്ധമാണ്, അധികാരപരിധിക്ക് പുറത്താണ് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ബന്ധപ്പെട്ട പ്രതിക്ക് പോലും അധികാരമില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി തെറ്റായി പ്രവർത്തിച്ചാൽ അപ്പീൽ കൊടുക്കാനുള്ള വകുപ്പുണ്ട്, ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കാനുള്ള വകുപ്പുണ്ട്, നടപടികൾ മുഴുവൻ തെറ്റാണെന്ന് പറയാനുള്ള വകുപ്പ്. പക്ഷേ എന്നെ വിളിക്കുന്നു, എൻ്റെ പേരിൽ ഒരു കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നു, അന്വേഷണത്തിന് എന്നെ വിളിക്കുന്നു, അത് തടയണം എന്ന് പറഞ്ഞ് ഒരു പൗരനോ സ്ഥാപനത്തിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഏതെങ്കിലും കോടതിയെ സമീപിക്കാൻ
നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനോട് ചോദിച്ച് താങ്കൾക്ക് ഹാജരാകുന്നതിൽ എന്താണ് തെറ്റ്? സമൻസ് വെച്ച് ഒരു അന്വേഷണം നടത്തുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കുറ്റകൃത്യത്തെപ്പറ്റി വിവരം കിട്ടിയാൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അത് പാടില്ല, അതെൻ്റെ അവകാശ ലംഘനമാണ് എന്ന് പറയാൻ നിയമമനുസരിക്കുന്ന ഒരു പൗരനോ സ്ഥാപനങ്ങൾക്കോ സർക്കാരുകൾക്കോ അവകാശമില്ല. അപ്പോൾ ഇല്ലാത്ത അവകാശം വെച്ച് റിറ്റ് ഹർജി എങ്ങനെയാണ് കൊടുക്കുക? റിറ്റ് ഹർജികളുടെ അടിസ്ഥാനം തന്നെ അവകാശ ലംഘനമാണ്. ഒന്നുകിൽ മൗലികാവകാശം അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ഏതെങ്കിലും ലംഘിച്ചാൽ റിറ്റ് ഹർജിയുമായി ഭരണഘടനയുടെ 226 അനുച്ഛേദം വെച്ച് കോടതിയെ സമീപിക്കാൻ ഒരു പൗരനോ സ്ഥാപനങ്ങളോ അവകാശം. ഇവിടെ ഒരു സമൻസ് ഇഷ്യൂ ചെയ്തു, ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, ആ അന്വേഷണത്തിൽ സഹകരിക്കണം എന്ന നോട്ടീസ് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുന്നത്? 2002 മണി ലോണ്ടറിങ് ആക്ടിലെ വകുപ്പുകളുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത്. പരിധി ലംഘിച്ചാൽ പൗരന് അവകാശങ്ങളുണ്ട്. ആ ഘട്ടം എത്തിയിട്ടില്ല. പരിധി ലംഘിക്കുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് കുറേ വിവരങ്ങൾ ഞങ്ങൾക്ക് ശേഖരിക്കാനുണ്ട്, ദയവ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ ഹാജരാകൂ എന്ന് പറയുന്നത് ഫെഡറലിസത്തിനെതിരാണ്, നിയമലംഘനമാണ്, അധികാരപരിധിക്ക് പുറത്താണ് എന്നുള്ള വാദങ്ങൾ പ്രഥമദൃഷ്ട്യ വളരെ ബാലിശമാണ്. അത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി മാത്രം എടുക്കുന്ന ഒരു നിലപാടാണ്. നിയമത്തിൻ്റെ സംരക്ഷണം ഈ നടപടിക്ക് തീരെ കിട്ടുന്നില്ല. കാരണം ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കേസിൽ കേസെടുത്താലും എന്ത് കുറ്റമായാലും ഉടനെ ഉള്ള മറുവാദം രാഷ്ട്രീയ പ്രേരിതമാണ്. CP ചിദംബരത്തിൻ്റെ പേരിൽ ഗൗരവമായ കേസുകൾ ED അന്വേഷിച്ചു. കോടതി അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിച്ചു. തമിഴ്നാട്ടുകാരിയായ ജസ്റ്റിസ് ഭാനുമതിയാണ് ഗൗരവതരമായ കുറ്റം ചിദംബരത്തിൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ നിർവാഹമില്ലെന്നും സുപ്രീം കോടതിയിൽ ഇരുന്ന് പ്രതിപാദിച്ചത്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന സ്ഥിരം വാദം എത്ര ബാലിശമാണ് എന്ന് P. ചിദംബരം, സെന്തിൽ ബാലാജി, ലാലു പ്രസാദ് യാദവ്, വെസ്റ്റ് ബംഗാളിലെ മന്ത്രിമാർ തുടങ്ങിയ നിരവധി പേർ, ഡൽഹിയിലെ AAP മന്ത്രിമാർ, ആന്ധ്രാപ്രദേശിലെ BR കവിത തുടങ്ങിയവരുടെ പേരിലുള്ള നടപടിയിൽ നിന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രതിനിധിഷ്ഠ കേസ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ജാമ്യഹർജി പോലും നിരാകരിച്ച് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും കഴിയേണ്ടി വന്നു. അപ്പോൾ ഉടനെയുള്ള വാദം കോടതികളും മോഡി സ്വാധീനം. എന്തൊരു ബാലിശമായ കഥയാണ്. നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥ അംഗീകരിച്ച് മതിയാകൂ. ഇലക്ട്രൽ ബോണ്ടിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് നിയമം അവകാശം കൊടുത്തിട്ടുണ്ട്. ആ വിധി വന്നപ്പോൾ പറഞ്ഞു, ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ അയ്യോ എന്തൊരു സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ്. തങ്ങൾക്ക് അനുകൂലമായി വന്നാൽ നിഷ്പക്ഷമാവും, എതിരായി വന്നാൽ മോഡി ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് പ്രവർത്തി. എന്തൊരു ബാലിശമായ ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അഭിജ്ഞരായ വിദ്യാഭ്യാസം വിവരമുള്ള പൗര സമൂഹം ഇത്തരം ബാലിശമായ വാദങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഈ വാദം തികച്ചും നിരർത്ഥകമാണ്, നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കേന്ദ്രീകൃതമായ 2022 നിയമപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കേന്ദ്രീകൃത ഏജൻസി എന്തെങ്കിലും നിയമവിരുദ്ധം, പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രവർത്തനം കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചാൽ അത് ഫെഡറലിസത്തിന് വിരുദ്ധമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന സ്ഥിരം പല്ലവി ഉന്നയിക്കുന്നത് ബലഹീനതയാണ്, ശക്തിയല്ല. അത് ഈ രാജ്യത്തെ ജനങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാറ്റിലും സ്ഥിരം വാദമാണ്. കേരളത്തിലും ഡൽഹിയിലും ബീഹാറിലും ഒക്കെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണ്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിക്ക്
എതിരായി അപ്പോഴും പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷെ കോടതികളൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന വിധത്തിൽ പ്രതികൾക്ക് ജാമ്യം പോലും കൊടുക്കാതെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും ജയിലിൽ കഴിയേണ്ടി വരുന്നൊരു സ്ഥിതി വിശേഷം. ഇത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷതയ്ക്ക് അത്യന്താപേക്ഷിതമായ നടപടിയാണ്. അത് തുടർന്നേ മതിയാകൂ. ഏത് ഉന്നതനാണെങ്കിലും സാമ്പത്തിക ക്രമക്കേട് കാണിച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ച് അവരെ ശിക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതാണ് ലാലു പ്രസാദ് യാദവിന് പറ്റിയത്. ബീഹാറിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് ഞാനെന്ന് പറഞ്ഞ് കോടികളുടെ കാലിത്തീറ്റ കുംഭകോണത്തിൽ ജയിൽ ശിക്ഷ വിധിച്ച് ജാമ്യം പോലും കിട്ടാതെ അവിടെയും പറഞ്ഞ് രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പ്രവർത്തകനെ എന്ത് കേസ് കുടിക്കാലും ഉടനെയുള്ള വാദം രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തുമാത്രം ബാലിശമാണ്, അർത്ഥശൂന്യമാണ് ഈ വാദം എന്ന് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ അന്വേഷണം സ്വാഗതാർഹമാണ്. കാരണം ഭീമമായ സാമ്പത്തിക ക്രമക്കേടുകൾ, കോടികൾ ഉൾപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടുത്ത കാലത്ത് പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തീർച്ചയായും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നടപടി തെറ്റാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ യാതൊരു അവകാശങ്ങളും ലംഘിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ കലക്ടർമാർക്ക് IAS ഉദ്യോഗസ്ഥന്മാർ നിലയ്ക്ക് തങ്ങളുടെ ഏതെങ്കിലും അവകാശം ലംഘിച്ചാൽ അവർക്ക് പോകാമായിരുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു കലക്ടർക്കെതിരായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കാൻ പാടില്ല എന്ന വിചിത്രമായ വാദം ഒരു കോടതിയും അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.